പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വിനീത് തിരികെ സിറ്റൗട്ടിൽ എത്തുമ്പോഴേക്കും അവിടെ സങ്കടത്തോടെ ഇരിക്കുന്ന നിളയാണ് കാണുന്നത്. അവളെ കാണുന്നേരം അവന് ഓർമ്മ വരുന്നത് അമ്മാവൻ പറഞ്ഞ വാക്കുകളാ. മോനെ, ഇത്രയും കാലം നീ എങ്ങനെയാണോ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ എല്ലാ കാലവും ഉണ്ടാവണം എന്ന് അമ്മാവൻ പറയുന്നതും ഉറപ്പായും ഈ വീട്ടിൽ ആരെങ്കിലും വിനീത് എന്നൊരു പേര് വിളിച്ചാൽ ആ സമയം എവിടെയാണെങ്കിലും ഈ വിനീത് ഓടിയെത്തിയിരിക്കും എന്ന് അമ്മാവന് വാക്കുകൊടുക്കുന്നതും നേരത്തെ ശാരദമ്മയും മക്കളും അമ്മയുടെ സ്വഭാവമാറ്റത്തെക്കുറിച്ച് പറഞ്ഞതുമെല്ലാം ഓർക്കെ വിനീത് നിളയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൂടെ ഇരുന്ന് മോൾ എന്താ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത്? അച്ഛനെ ഓർമ്മ വന്നോന്ന് ചോദിക്കുക. ഇല്ലെന്ന് അവൾ പറയേ. സത്യം പറയേ, ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛനെ ഓർമ്മ വരുമ്പോ വിനീതേട്ടനോട് പറയണമെന്ന്. വിനീതേട്ടനെ കൊണ്ടാവും പോലെ അച്ഛനെ പോലെ ആവാമെന്ന് പറഞ്ഞ് അവൻ നിളയെ ചേർത്ത് പിടിക്കേ. ഞാൻ ഇനി അങ്ങനെ ചെയ്തോളാം വിനീതേട്ട എന്ന് നിളയും പറയുന്നുണ്ട്. അങ്ങനെ വാക്ക് തന്നതല്ല എന്റെ നിളക്കുട്ടി. എന്നിട്ടെന്താ നിളക്കുട്ടിയുടെ കൈ മുഴുവൻ ആരൊക്കെയോ പിച്ചി പറിച്ചു വിനീതേട്ടനോട് പറയാതിരുന്നത്? അച്ഛനോടായിരുന്നെങ്കിൽ പറയില്ലായിരുന്നു. അപ്പോ നിളക്കുട്ടിക്ക് അച്ഛനോടുള്ള അത്രയും സ്നേഹം എന്നോടില്ലെന്നല്ലേ അർത്ഥം എന്ന് ചോദിച്ചവൻ പരിഭവത്തോടെ ഇരിക്കെ നിളയും സങ്കടത്തോടെ അവനെ ചേർത്ത് പിടിക്കുക. അവനും അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് പറ, ആരാ മോളുടെ കൈയൊക്കെ നുള്ളിപ്പറിച്ചത് എന്ന് ചോദിക്കേ. ആരുമില്ല വിനീതേട്ട എന്ന് നിളയും. പറയും ആരാ? ഗീതേച്ചിയാണോ എന്ന് വിനീത് ചോദിക്കേ. അല്ലെന്ന് നിള. പിന്നെ അമ്മയാണോ എന്നവൻ സംശയത്തോടെ ചോദിക്കേ. അതെടാ നിന്റെ തള്ള തന്നെ എന്ന് അങ്ങോട്ടെത്തിയ സുജാതയും വിളിച്ചു പറയുകയാണ്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും ഓഹോ, അപ്പോ എന്റെ സംശയമൊന്നും വെറുതെ ആയില്ല. അപ്പോഴപ്പോ ചെവി കടിക്കുന്നുണ്ട് ചേട്ടത്തി അനിയത്തിമാര് 4 പേരും എന്നമ്മ പറയേ. അമ്മ എന്താ അമ്മ ഈ പറയുന്നതെന്ന് വിനീതും ചോദിക്കുക. അപ്പോഴേക്കും ശാരദയും ഗംഗയും യമുനയും കാവേരിയും എല്ലാം അങ്ങോട്ടെത്തുകയാണ്. അമ്മ എന്താ പറയുന്നേന്നോ? നിനക്ക് ഞാൻ ശരിക്കും ബോധ്യപ്പെടുത്തി തരാടാ എന്ന് പറഞ്ഞ് ശാരദയോടായി. ശാരദേ, നീ ഇതിന് സമാധാനം പറഞ്ഞോണം എന്ന് സുജാത പറയുമ്പോഴേക്കും ഗീതയും അച്ഛമ്മയും അങ്ങോട്ടെത്തുകയാണ്. എന്താടി അവിടെ പ്രശ്നമെന്ന് അമ്മമ്മ ഗീതയോടായി ചോദിക്കേ. എനിക്കൊന്നും അറിയില്ലെന്ന് ഗീത. വരപ്പോടെ സുജാതെ, കാര്യം എന്താന്ന് വെച്ചാ പറയുന്ന ശാരദ പറയേ. ഈ നിൽക്കുന്നവനുണ്ടല്ലോ എന്റെ മകൻ വിനീത്. തന്തയുടെ തണലില്ലാഞ്ഞിട്ടും പാറമടയിലും ആരന്റെ തണലിലുമൊക്കെ ചോറ് നീരാക്കി പണിയെടുത്തിട്ടാ ദേ ഈ പരുവത്തിൽ വളർത്തിയെടുത്തത്. നിങ്ങളുടെ മക്കള് വന്നപ്പോ മുതലേ ഓരോരുത്തരായി ഇവന്റെ ചെവി കടിച്ചോണ്ടിരിക്കുക. അത് കേട്ടിട്ട് ഇവൻ എന്റെ മുതുകത്തോട്ട് കയറാൻ വരുന്നു. ഈ പണി ഇവിടെ നടക്കുകയില്ല. മക്കളെയും കൂട്ടി ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങും ഇവിടുന്ന്. നീ ഇവനെയും നിന്റെ 4 മക്കളെയും കൂട്ടി സുഖമായിട്ട് ജീവിച്ചു എന്ന് സുജാത ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കെന്ന് പറഞ്ഞ് വിനീത് അമ്മയെ പിടിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കണ നാണം കെട്ടവനെ എന്ന് പറഞ്ഞ് അവനൊരു തള്ളു വെച്ച് കൊടുക്കുകയാ സുജാത വീണ്ടും ശാരദയോടായി. ഞാൻ ഇറങ്ങിത്തരാമെന്ന് പറഞ്ഞാ വേറെ എവിടേക്കെങ്കിലും പോവെന്നല്ല, ഞാനും എന്റെ ഭർത്താവും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവുമായി ഇവിടുത്തെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി നിൽക്കും. ഞാൻ എന്റെ ശവത്തിൽ ചവിട്ടിയിട്ട് ഇവൾ ഇവനെയും കൊണ്ട് ജീവിക്കും എന്ന് സുജാത പറയുന്നത് കേൾക്കെ അമ്മയും സുജാതെ എന്ത് ബോധക്കേടാ നീ പറയുന്നു എന്ന് ചോദിക്കേ. സുജാതയും എനിക്ക് ഇപ്പോ ഒരു തീരുമാനം അറിയണം പറയേ. വിനീതും അത് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നിൽക്കണ കണ്ട് ഓഹോ, എന്നാ ഞാൻ ഇന്ന് എന്റെ ശവം നിന്നെ കാണിക്കുമെടാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ പോകുന്നേരം ശാരദ സുജാതയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഞാനും എന്റെ മക്കളും ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം, വാ മക്കളെ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് മക്കളെ വിളിച്ചിറങ്ങാൻ നേരം അമ്മായി എന്താ ഇതെന്ന് ഇനി തടയുന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ അമ്മയുടെ ജീവനേക്കാൾ പ്രധാനമാണോടാ തൊലിവെളുപ്പുള്ളൊരു പെണ്ണ്? അവൾക്കാണെങ്കിൽ നിന്നെ വേണ്ടതാനും എന്ന് ഗീതയും ദേഷ്യത്തോടെ പറയുകയാ. ശാരദയും മറുത്തൊന്നും പറയാതെ മക്കളെയും വിളിച്ചുകൊണ്ട് സുജാതയുടെ വീടിന്റെ പടി ഇറങ്ങുകയാണ്. അത് കാണെ അമ്മയും സുജാതയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയോടും മോളോടും ദൈവം ചോദിക്കും എന്ന് പറയേ. അത്രയ്ക്ക് ദണ്ണമുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ പോയിക്കോ എന്ന് ഗീത. ഒരു സംശയവും വേണ്ടടി, നീയൊക്കെ ജനിക്കുന്നതിന് 10-50 വർഷം മുമ്പ് ഈ ഭൂമി കണ്ടവളാടി ഈ രാധമ്മ എന്ന് പറഞ്ഞ് അതമ്മയും ആ പടിയിറങ്ങി ശാരദയുടെയും മക്കളുടെയും കൂടെ പോവുകയാ. അത് കാണാൻ ടെൻഷനോടെ നിൽക്കുന്ന സുജാതയോടായി ഗീത പറയുന്നു. പോകുന്നെങ്കിൽ പോട്ടെ, ഞാൻ മനഃപൂർവ്വം തന്നെയാ കുത്തിയത്. ഇവിടുത്തെ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത്. സെന്റിമെന്റ്സും മാന്തി രസിച്ചുകൊണ്ട് നിൽക്കാതെ അമ്മ വന്ന് എന്ന് പറഞ്ഞവൾ അമ്മയെ വിളിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വിനീതും ഒന്നും ചെയ്യാനാവാതെ അവർ പോയതും നോക്കി സങ്കടത്തോടെ നിൽപ്പാ. പിന്നീട് കൂരിരുട്ടുള്ള ആ രാത്രിയിൽ വഴിയരികിലെ ഒരു മരത്തിന് ചുവട്ടിലിരിക്കുന്ന ശാരദയെയും മക്കളെയും അച്ഛമ്മയെയുമാണ് കാണിക്കുന്നത്. അച്ഛമ്മ ചുറ്റുപാടും നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, പണ്ടൊക്കെ ണെങ്കിൽ ഇരുട്ടു വീണ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമായി എന്ന് പറയേ. എന്തായാലും അവിടെയുള്ളവരെക്കാൾ ഭേദമാണല്ലോ എന്ന് കാവേരിയും ദേഷ്യത്തോടെ പറയുകയാണ്. ആരോ അങ്ങോട്ട് നടന്നു വരുന്ന ശബ്ദം കേൾക്കുന്നത്. ആരോ വരുന്നുണ്ടല്ലോ എന്ന് നിള പറയുമ്പോഴേക്കും എല്ലാവരും ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കിയിരിക്കെ അമ്മായി എന്ന് വിളിച്ച് ടോർച്ച് ലൈറ്റും തെളിച്ച് വിനീത് അങ്ങോട്ട് വരുന്നത്. അമ്മായി, നാളെ തന്നെ ഞാനൊരു വാടക വീട് നോക്കാമെന്ന് വിനീത് പറയേ. അതിന് വാടക കൊടുക്കാനുള്ള വകയൊന്നും ഇവരുടെ കയ്യിലില്ല മോനെ. അച്ഛമ്മയും പറയുകയാ. അക്കാര്യം ആലോചിച്ച് ടെൻഷൻ ആവണ്ട എന്ന് വിനീത് പറയേ. എന്നിട്ട് വേണം അതിന്റെ പഴി കൂടി ഇവരുടെ തലയിൽ വന്ന് വീഴാനെന്ന് അച്ഛൻ. എല്ലാം കേട്ടിരുന്ന ശാരദയും ഞാൻ വേറൊരു കാര്യമാ മോനെ ആലോചിച്ചത്. അരവിന്ദേട്ടൻ ചോര നീരാക്കി ഉണ്ടാക്കിയ വീട് കാശ് തിരിച്ചടച്ചാൽ നിങ്ങൾക്ക് വീട് തിരികെ കിട്ടുമെന്ന് അന്ന് അവർ വാക്ക് പറഞ്ഞതാ. അടയ്ക്കാനുള്ള പണം എത്രയാണെന്ന് പോലും ഇതുവരെ ബാങ്കിൽ അന്വേഷിച്ചിട്ടില്ല എന്നമ്മ പറയേ. ജയപാലൻ അങ്കിൾ അത് ചെയ്തു തരുമല്ലോ അമ്മേ എന്ന് ഗംഗ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി പഴയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പോട്ട് അടയ്ക്കാനുള്ളത് എത്രയാന്ന് വെച്ചാ അത് നോക്കേ. കാവേരിയും ഗംഗയും ബാങ്കിൽ വരും മോൻ,
അതിനുവേണ്ട സഹായങ്ങളൊന്ന് ചെയ്തു കൊടുക്കും. അമ്മായി വിനീതനോടായി പറയേ ചെയ്യാം അമ്മായി എന്ന് വിനീതും സമ്മതിക്കുക. അപ്പോഴേക്കും നിളയും അമ്മേ ഉറക്കം വരുന്നു എന്ന് പറയുന്നുണ്ട്. ശാരദ നിളയെ തന്റെ മടിയിലേക്ക് കിടത്തുമ്പോഴേക്കും ഇവിടെ കിടന്ന് എങ്ങനെയാ അമ്മ ഉറങ്ങുക, കാട്ടുമൃഗങ്ങൾ വരുമെന്ന് പേടിയാവും എന്നവൾ പേടിയോടെ പറയേ അച്ഛൻ കാവലുണ്ടെന്ന് ഓർത്താം എവിടെ കിടന്നാലും ഉറക്കം വരും, കിടന്നോ എന്ന് പറഞ്ഞ് ശാരദയും അവളെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് രാവിലെ ആവുമ്പോൾ ഗംഗയും കാവേരിയും വിനീതിന്റെ കൂടെ ബാങ്കിലെത്തുകയാ. അവർ അവിടെ ചെന്ന് മാനേജറെ തിരക്കുമ്പോഴേക്കും സാറ് മീറ്റിംഗിലാ, ഇരിക്കൂ വിളിക്കാമെന്ന് പറയുമ്പോഴേക്കും ഗംഗയും കാവേരിയും വിനീതും അവിടെ വെയിറ്റ് ചെയ്യുകയാ. അപ്പോഴാണ് നിവിനും അങ്ങോട്ടെത്തുന്നത്. അളിയ ഞാൻ താമസിച്ചില്ലല്ലോ എന്ന് നിവിൻ ചോദിക്കേ. മാനേജർ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് വിനീത്. ഇത് ഗംഗയോടും കാവേരിയോടുമായി ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ നിവിന് കൂടുതൽ അറിയാമെന്നുള്ളതുകൊണ്ട് എന്ന് പറയേ എന്തേ ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ എന്ന് നിവിനും ചോദിക്കുക. അല്ല ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിരുന്നെന്ന് കാവേരി പറയുമ്പോഴേക്കും അതെ സാറ് വിളിക്കുന്നുണ്ടെന്ന് ബാങ്കിലെ ജീവനക്കാരൻ വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ അവർ 4 പേരും മാനേജറുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അയാൾ അവരെ മൈൻഡ് ചെയ്യാതെ തന്റെ സ്റ്റാഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണേ. വാ ചേച്ചി ഇരിക്കെന്ന് പറഞ്ഞ് കാവേരി ഗംഗയും വിളിച്ച് അയാളുടെ മുന്നിലിട്ട സീറ്റിലേക്ക് ഇരിക്കുകയാണ്. അയാളും ദേഷ്യത്തോടെ എസ് എന്ന് പറയേ സാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് എന്ന് കാവേരിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഇതാ ഹൗസിംഗ് ലോണിന്റെ കേസല്ലേ എന്ന് കൂടെയുള്ള സ്റ്റാഫിനോട് അയാൾ ചോദിക്കേ. അതെ സാർ എന്ന് അയാൾ. എന്തായിരുന്നു കസ്റ്റമറിന്റെ പേരെന്ന് മാനേജർ ചോദിക്കേ. അങ്ങനെ പെട്ടെന്ന് മറക്കാറായിട്ടില്ല സാർ, അച്ഛന്റെ ചിതയിലെ ചൂടാറ് മുമ്പ് 4 പെൺമക്കളെയും 2 അമ്മമാരെയും കൂടി തെരുവിലേക്ക് ഇറക്കി വിട്ട കേസാ എന്ന് കാവേരി ദേഷ്യത്തോടെ പറയേ. ഞങ്ങളും മറന്നിട്ടില്ല, ഒട്ടും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് മാനേജരും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൾക്ക് ഗംഗയും അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനൊരു ലോണിനെ പറ്റി പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അച്ഛന്റെ മരണശേഷം പെട്ടെന്ന് 2 പേര് കയറി വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞാ ഞങ്ങൾ എന്തു ചെയ്യണം സാറെന്ന് അവളും ചോദിക്കുക. പലതവണ പറഞ്ഞു കഴിഞ്ഞതല്ലേ ഇതിനെപ്പറ്റിയൊക്കെ, വീണ്ടും ഒരു തർക്കത്തിനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് മാനേജർ ചോദിക്കേ. വിനീതും അയ്യോ അല്ല സാർ, ഇവർക്ക് ഇവരുടെ വീട് തിരിച്ചു വേണമെന്ന് പറഞ്ഞ എന്ന് മാനേജർ. ഹൗസിംഗ് ലോൺ കുടിശ്ശിക തീർത്ത് അടയ്ക്കുന്ന പക്ഷം വീട് ഇവർക്ക് തന്നെ തിരിച്ചു നൽകാമെന്ന് ഒരു ഉപാധി പറഞ്ഞിരുന്നു. അതിനെത്ര പണം കുടിശ്ശികയായിട്ടുണ്ടെന്ന് അറിയണമെന്ന് നിവിൻ പറയും. മാനേജറും അത് നോക്കിയെടുത്ത് നിലവിൽ 8 മാസത്തെ അടവാണ് കുടിശ്ശിക, അതിൽ പലിശയും ബാങ്കിന്റെ മറ്റ് ചാർജസും കൂടി ചേർത്ത് ഏകദേശം 10 ലക്ഷം രൂപ വരും എന്ന് മാനേജർ പറയുന്നത് കേൾക്കെ ഗംഗയും കാവേരിയുമെല്ലാം ഒരു ഞെട്ടലോടെ ഇരിപ്പാ. 10 ലക്ഷമോ എന്ന് അമ്പരപ്പോടെ വിനീതും ചോദിക്കേ. അപ്പോ ഈ 10 ലക്ഷം അടച്ചാ വീട് തിരിച്ചു കിട്ടും അല്ലേ എന്ന് നിവിനും ചോദിക്കും. അത് കേൾക്കാൻ മാനേജറും അതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് ഒരു യോഗം ചേർന്നിരുന്നു. നിങ്ങൾ കുടിശ്ശിക തീർത്താലും വീട് തിരികെ നൽകണ്ടെന്നാണ് ബോർഡിന്റെ തീരുമാനം എന്നയാൾ പറയേ. വൈ അതിന്റെ റീസൺ കൂടി അറിയണമെന്ന് കാവേരി. നിങ്ങൾ ഇക്കാര്യത്തിൽ വാക്ക് തന്നതുകൊണ്ട് കൂടിയാ ഞങ്ങൾ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നത് എന്നവൾ പറയേ. ആ വാക്കിലൊക്കെ എന്താ കാര്യം? ഒരു ഹൗസിംഗ് ലോൺ ചോദിച്ചു വരുമ്പോ ഞങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ട പണം തരും, പിന്നീട് തിരിച്ചടവ് മുടങ്ങുന്ന സമയത്ത് ചോദിക്കാൻ വരുമ്പോൾ പോലീസിനെ കയ്യേറ്റം ചെയ്യൽ, ആത്മഹത്യാ ഭീഷണി, ഞങ്ങൾക്ക് ഈ പുലിവാല് പിടിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് അയാളും ചോദിക്കും. ഇപ്പൊ സാർ എന്താ പറഞ്ഞു വരുന്നതെന്ന് കാവേരി ചോദിക്കേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സിന്റെ ക്യാരക്ടർ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. നിലവിലെ കുടിശ്ശിക തീർത്ത് നിങ്ങളെ അവിടെ താമസിക്കാൻ അനുവദിച്ചാലും നാളെ വീണ്ടും പണം കുടിശ്ശിക വരത്തില്ലെന്നും ഇതൊക്കെ ആവർത്തിക്കില്ലെന്നും എന്താണ് ഗ്യാരണ്ടി എന്ന് മാനേജറുടെ ചോദ്യം കേൾക്കും. അപ്പോൾ അച്ഛൻ ഇത്രയും കാലം അടച്ച പണത്തിന് ഒരു വിലയുമില്ല എന്ന് കാവേരി. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, വീട് നിങ്ങൾ തന്നെ എടുത്തു, പക്ഷേ മൊത്തം ലോൺ കുടിശ്ശിക തീർത്തതിനു ശേഷം എന്നയാൾ തീർത്തു പറയേ. സാർ മൊത്തം ലോണും തിരിച്ചടയ്ക്കണോ എന്ന് വിനീതും ചോദിക്കും. അതെ 1-2 വർഷത്തെ അടവും കൂടി ബാക്കിയുണ്ട്, എല്ലാം കൂടി ചേർത്ത് ലോൺ ക്ലോസ് ചെയ്യണമെങ്കിൽ ഏകദേശം 30 ലക്ഷം രൂപയ്ക്കടുത്ത് വരും എന്ന് മാനേജർ പറയേ. ചതിയാ നിങ്ങൾ ഈ കാട്ടു എന്ന് കാവേരിയും. ഇല്ല പെങ്ങളെ, ബിസിനസ്, ഞാൻ ഇവിടുത്തെ ഒരു ജീവനക്കാരൻ മാത്രമാണ് എന്ന് മാനേജർ പറയേ. ഗംഗയും കാവേരിയും വിളിച്ചുകൊണ്ട് പോവാൻ തുടങ്ങുന്നേരം വീണ്ടും തിരിഞ്ഞു നിന്ന് ഈ പറയുന്ന ഡയറക്ടർ ബോർഡിലുള്ളവർ എനിക്കൊന്ന് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും സാർ, എന്റെ അമ്മയെ സാർ അറിയാതിരിക്കില്ല. ടീകപ്പ് റിസോർട്ട് ഓണർ രാജേശ്വരി സത്യപാലൻ. വരട്ടെ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് നിവിൻ അവരെയും വിളിച്ചോണ്ട് ഇറങ്ങി പോവുക. എന്തേലും കുഴപ്പമാവോ സാറേ എന്നാ സ്റ്റാഫും മാനേജറോടായി ചോദിക്കേ. എന്തു കുഴപ്പം, പിള്ളേര് കളിച്ചു നോക്കട്ടെന്നേ, 30 അല്ല 60 ലക്ഷം രൂപ കൊണ്ടുതന്നു. ഇനി ആ വീട്ടിലുറങ്ങുന്ന കാര്യം അവർ സ്വപ്നം കാണുക മാത്രമേ ഉള്ളൂ എന്നാ മാനേജരും ചിരിയോടെ പറയുക. എപ്പോഴും ആ മരത്തണലിൽ തന്നെ നിൽക്കായിരുന്ന ശാരദയോടായി അമ്മ ചോദിക്കുന്നുണ്ട്. ഗംഗയും കാവേരിയും കൂടി പോയ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമുണ്ടാവോ ശാരദയെന്ന്? അറിയില്ലമ്മ, പോയി അന്വേഷിച്ചു വരാമെന്നല്ലേ അവർ പറഞ്ഞത് എന്ന് ശാരദ. വീട് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുമെന്ന് എന്നമ്മ ചോദിക്കേ. വീട് തിരിച്ചു കിട്ടുമെന്നും ഇനി അങ്ങോട്ട് തിരിച്ചു പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് അമ്മ കരുതി. അറിയാതെ കുത്തൊഴുക്കിൽ കാല് വഴുതി വീണൊരവസ്ഥയിലാണ് ഞാൻ. പിന്നെ വെള്ളം കാണുമ്പോൾ ശ്വാസം മുട്ടി പിടഞ്ഞത് ഓർമ്മ വരും. അതുപോലെ ആ വീട് കാണുമ്പോൾ ഇപ്പൊ എനിക്ക് എത്ര സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുള്ള വീട്. അരവിന്ദേട്ടനും സുജാതയും ഗീതയും പൊന്നുവും ഒക്കെ ആയിട്ട് അരവിന്ദേട്ടനുള്ളപ്പോ എല്ലാം നല്ലതായിരുന്നു. അരവിന്ദേട്ടനൊപ്പം ആ സന്തോഷവും പോയെന്ന് പറഞ്ഞ് ശാരദ പൊട്ടിക്കരയുമ്പോഴേക്കും അച്ചമ്മയും ശാരദയുടെ കൈകളിൽ ചേർത്ത് പിടിച്ച് അവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്കും കുളിക്കാനൊരുങ്ങിക്കണ്ട് നിളയും യമുനയും അങ്ങോട്ട് വന്ന് അമ്മേ ഞങ്ങൾ പുഴയിൽ പോയി കുളിച്ചിട്ട് വരട്ടെ എന്ന് ചോദിക്കും. അത് സമ്മതിച്ച് അധിക നേരം
വെള്ളത്തിൽ കിടന്ന് പനിയൊന്നും വരുത്തി വെക്കല്ലേ, കൊണ്ടോടാൻ കാശുമില്ല ആളുമില്ലെന്ന് ഓർമ്മ വേണം എന്ന് പറയേ യമുനയുടെ കയ്യിലുള്ള ബക്കറ്റെല്ലാം നോക്കിക്കൊണ്ട് ഇതൊക്കെ എവിടെ നിന്നാന്ന് ശാരദ ചോദിക്കുക. ബക്കറ്റ് കുളിമുറിന്ന് എടുത്തതാ, സോപ്പും തോർത്തുമൊക്കെ വിനീതേട്ടൻ വാങ്ങിച്ചു തന്നു എന്ന് യമുന പറയേ. ബക്കറ്റ് എടുക്കുന്നത് കണ്ടിട്ട് സുജാത ഒന്നും പറഞ്ഞില്ലേ എന്ന് ശാരദ ചോദിക്കേ. ഗീതേച്ചി എന്തൊക്കെയോ പറഞ്ഞ് പിരികേറ്റുന്നുണ്ടെന്ന് യമുന. അവൾ അവിടെ കിടന്ന് ചിലക്കട്ടെ, നിങ്ങൾ പോ മക്കളെ എന്ന് പറഞ്ഞ് അച്ഛമ്മ അവരെ പറഞ്ഞയക്കുക. അപ്പോഴാണ് സുജാത മീൻ വെട്ടിയ വേസ്റ്റ് വെള്ളം ഒഴിക്കാനായി അങ്ങോട്ടെത്തുന്നത്. അവിടെ മരത്തിന് ചുവട്ടിൽ നിൽക്കുന്ന ശാരദയെയും അമ്മയെയും ശ്രദ്ധിച്ചുകൊണ്ട് നിൽപ്പാ സുജാതയും. ശാരദ എപ്പോഴും അമ്മയോടായി പറയുന്നുണ്ട്, ഞാൻ ആലോചിക്കായിരുന്നു അമ്മേ, എന്റെയും അരവിന്ദേട്ടന്റെയും തോളത്ത് കിടന്നു വളർന്ന പിള്ളേരാ, അമ്മയെന്ന് വിളിച്ച് സാരി തുമ്പിന്ന് മാറില്ലായിരുന്നു എന്നോർത്തു പറയേ. അങ്ങനെയാണെങ്കിൽ കണക്ക് കൂടുതൽ പറയാനുള്ളത് എനിക്കല്ലേ ശാരദ, ഞാൻ പെറ്റ മക്കളല്ലേ അരവിന്ദനും സുജാതയും, പിന്നെയുള്ളതാ മരുമക്കളും കൊച്ചുമക്കളും. ഞാൻ പറയുന്ന വാക്കിന് വിലയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ നീയും മക്കളും ഈ പറമ്പിൽ നിൽക്കേണ്ടി വരുമായിരുന്നു. മക്കളും കൊച്ചുമക്കളും ഒക്കെ തലയിൽ കയറി നിരങ്ങാതിരിക്കണമെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ ജീവിക്കാതിരിക്കുന്നതാ നല്ല എന്ന് പറഞ്ഞ് കരയുന്ന അമ്മയെ ചേർത്ത് വിളിച്ച് ആശ്വസിപ്പിക്കുക ശാരദ. അപ്പോഴാണ് അവരെ നോക്കി നിൽക്കുന്ന സുജാതയെ അമ്മ കാണുന്നത്. അവളെന്ന് അമ്മ പറയുമ്പോഴേക്കും ശാരദയും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സുജാത ദേഷ്യത്തോടെ അവരെ നോക്കിക്കൊണ്ട് അവിടുന്ന് പോവുകയും. അപ്പോഴേക്കും അമ്മയും പറയുന്നുണ്ട്, എന്റെ പറമ്പാ ഇത്, ഇവിടുന്നും കൂടി ഇറങ്ങിത്തരണോന്ന് പറയൂന്നാ ഇപ്പൊ എന്റെ പേടിയെന്ന്. അതും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടമ്മ, ഇതിന് പുറത്തും വേറെ പറമ്പൊക്കെ ഉണ്ടല്ലോ, ശാരദയും മക്കളും ജീവിക്കും അമ്മ എന്ന് ശാരദയും ഉറപ്പോടെ പറയുന്നു. അവിടെ റിസോർട്ടിന്റെ മുറ്റത്ത് നിവിൻ ആരെയോ മൊബൈലിൽ വിളിച്ചോണ്ടിരിക്കുക. എടാ വീട് ജപ്തിയായി, അവര് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ചോദിക്കുന്നത് എന്നവൻ പറയേ. പലതും ചെയ്യാൻ പറ്റുമെടാ എന്ന് അങ്ങോട്ടെത്തിയ രാജേശ്വരിയും പറയുക. ഒരു ഞെട്ടലോടെ അമ്മയെ തിരിഞ്ഞു നോക്കി നിൽക്കുന്ന നിവിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. പുഴയിൽ കുളിക്കാൻ പോയ നീള തല കറങ്ങി വീഴുന്നതും നരയൻ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.